ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് എൻ്റെ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഈവനിങ് മീലിൽ ഞാൻ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നും എന്തൊക്കെയാണ് കഴിക്കണമെന്നും നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യണം കേട്ടോ. നമുക്കപ്പോൾ ഒന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയേ ഇവിടെ സീബാസ് ആണ് കേട്ടോ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് 2 കഷ്ണമായിട്ട് മുറിച്ചിട്ട് നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് പോലെ നല്ല ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട് നന്നായിട്ട് ഇതിനെ ഇവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതിനെ നമ്മളിവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് കവർ ചെയ്ത് ഞങ്ങളിവിടെ ഇതിനെ 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഈ ഈസി ഡിന്നർ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ എയർ ഫ്രയറിലാണ് കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൻ്റെ ഒരു ഡ്രോ എടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിലിൻ്റെ സ്പ്രേ ആണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ മീനിൻ്റെ 2 കഷ്ണങ്ങളും എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഓരോ കഷ്ണം വീതം ഈ മീനിനെ നമ്മൾ ഈ എയർ ഫ്രയറിൻ്റെ ഡ്രോയറിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 കഷ്ണം മീനും ഈ എയർ ഫ്രയറിൻ്റെ ഡ്രോയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചൊരു നമ്മുടെ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ ഈ മീൻ. വേറെ നമ്മൾ എണ്ണയൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഒരു ഒലിവ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഡ്രോ എടുത്ത് എയർ ഫ്രയറിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രോ എടുത്ത് അതിനകത്തേക്ക് ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഫിഷിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ 2 വലിയ മധുരക്കിഴങ്ങ് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഈ രണ്ടാമത്തെ ഡ്രോയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു 2-3 സ്പ്രേ ഒലിവ് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ടേസ്റ്റിന് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ ഇവിടെ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും കൂടെ നമുക്കിനി എയർ ഫ്രയറിൻ്റെ അടുത്ത ഡ്രോയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 ഡ്രോയും ഇപ്പോൾ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി ഓൺ ചെയ്ത് ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു 12 മിനിറ്റിലേക്കാണ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഏകദേശം 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ ഏകദേശം തന്നെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫിഷും കൂടെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷും കൂടെ നമ്മുടെ അടുത്ത ഡ്രോയറിൽ നിന്ന് ഫിഷും കൂടെ എടുത്ത് നമുക്കിനി അതിൻ്റെ അടുത്ത സൈഡൊന്ന് വേവിക്കാൻ വേണ്ടി ഒന്ന് നമുക്ക് നന്നായിട്ട് അതിനെ തിരിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഫിഷൊക്കെ തിരിച്ചു വയ്ക്കുന്ന സമയത്തെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് ഇടാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടെ ഫിഷെല്ലാം 2 കഷ്ണം ഏകദേശം 2 അപ്പുറത്തെ സൈഡിലേക്ക് നമ്മളിപ്പോൾ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ച് വെച്ചിട്ട് നമുക്കിതിനെ വീണ്ടും എയർ ഫ്രൈയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അടുത്ത സൈഡും കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഈ മധുരക്കപ്പി ഒന്ന് എടുത്തിങ്ങനെ തുറന്ന് നോക്കണം കേട്ടോ. അതല്ലെങ്കിൽ ആ സമയത്ത് ഇത് ചിലപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ബ്രൗൺ ആയിട്ട് ഒന്ന് കരിഞ്ഞൊക്കെ പോകും കേട്ടോ. അപ്പോൾ വീണ്ടും ഇതിനൊന്ന് എടുത്തൊക്കെ നോക്കിയിട്ട് ഞാൻ തിരിച്ചിതിനെ ഫിഷും മധുരക്കിഴങ്ങും തിരിച്ച് വീണ്ടും എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ കേട്ടോ, കുറച്ച് മിക്സഡ് വെജിറ്റബിളും കൂടെ നമ്മളൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോൾ കുറച്ച് ഗ്രീനും കൂടെ കഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അത് ഞാൻ ഓൾറെഡി ഇവിടെ കുക്ക് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ മധുരക്കിഴങ്ങ് നല്ല റോസ്റ്റായിട്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷും നന്നായിട്ട് തന്നെ വന്നു. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള മീൽ ഇവിടെ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. ഇത് നോക്ക്, നമ്മുടെ ഫിഷ് നല്ല റോസ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മധുരക്കിഴങ്ങും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെല്ലാത്തിനും ഡിഷ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഇപ്പം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മീൽ ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം നമ്മൾ ഈവനിങ് കഴിക്കുന്ന ഒരു മീലിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.